ബിൽഡ് ലാങ് ഡിസൈനേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോറുകളെല്ലാം WPC ആണ്. നമ്മുടെ മെയിൻ ഡോറാവട്ടെ, അതിൻ്റെ ഉള്ളിലെ ഡോറുകളാവട്ടെ, എല്ലാം WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ARSൻ്റെ WPC ഡോർസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഡോർസിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, കമോൺ. ഈ വീട്ടിലെ ഡോറ്, ഇത് മെയിൻ ഡോറാണിത്. മെയിൻ ഡോറ് 9 ഇഞ്ച് വീതിക്കുള്ള കട്ടള. 9 ഇഞ്ച് വീതി വരുന്ന കട്ടളയിൽ 42 mm തിക്നെസ് വരുന്ന ഡോറാണ് ഈ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് 240 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട്, 130 സെൻറ്റിമീറ്ററോളം വിഡ്ത്തിൽ വരുന്ന ഈ ഡോറ്. ഇതിൽ പെയിൻറ്റ് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. പെയിൻറ്റ് ഫിനിഷ് PU പെയിൻറ്റ് ഫിനിഷ് ചെയ്ത് ഇതിലൊക്കെ വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തേക്കാണ്. ഈ ഡോറിൻ്റെ തിക്നെസ് വരുന്നത്, ഈ ഡോറിൻ്റെ തിക്നെസ് 42 mm തിക്നെസ്സിൽ സ്മാർട്ട് ലോക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സ്മാർട്ട് ലോക്ക് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം മിനിമം 36 mm തിക്നെസ് സ്മാർട്ട് ലോക്കിന് വേണം. ആ രീതിയിലാണ് ഈ ഡോർ ചെയ്തെടുത്തേക്കുന്നത്. ഈ ഡോറിൻ്റെ ഡിസൈൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഡോറാണ്. ഈ ഡോർ ഫിക്സ് ചെയ്ത് ഏകദേശം ഒരു 2 ഇയറോളമായി. ഈ വീടിൻ്റെ വർക്ക് മൊത്തം ചെയ്തേക്കുന്നത് ബിൽഡ് ലാങ് ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സാണ്. അതിൽ ശ്രീകുമാർ സാറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രീകുമാർ സാർ, ഹലോ സാർ, ഹായ്. എങ്ങനെയുണ്ടായി ഞങ്ങളുടെ സർവീസ് കാര്യങ്ങൾ? സാറ് ഡോർ ഫിക്സ് ചെയ്തു. സാറിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും തന്ന ഉപകാരമായിരിക്കും. ഇതിൻ്റെ ഫിറ്റിംഗ് വന്ന പിള്ളേർ വരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് മാത്രമല്ല ഫ്ലോറിൽ അവർ ചെയ്യുന്ന സമയത്ത് ഒരു ഡാമേജും നമുക്ക് വരുത്തിയില്ല. ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പിള്ളേരെ പറ്റിയാണല്ലോ ഇപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള എൻ്റെ അനുഭവം. പിന്നെ ഈ ഡോറ് വയ്ക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഈ വീട് പടിഞ്ഞാട്ടേക്കാണ് ദർശനം. ഭയങ്കര സൺലൈറ്റ് അടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വുഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വുഡിൽ ആ ഷിങ്കിങ് ഉണ്ടാകുമ്പോൾ ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ WPCയിലേക്ക് പോകാൻ കാരണം. ഈ വീട്ടിലെ എല്ലാ ഡോറുകളും നമ്മൾ WPC ആണ് ചെയ്തേക്കണേ. ബാത്റൂം ഡോർ ഉൾപ്പെടെ WPCയുടെ ഡോർ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ വേറെ കുറേ സൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. യോഗ കോളേജ്, ഒരു മാറാടിയിലൊരു യോഗ കോളേജ് ചെയ്തിരുന്നു. അവിടെയും ഏകദേശം 150 സെൻറ്റിമീറ്റർ വിടത്തിലുള്ള ഡോറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോളേജ് ആയതുകൊണ്ട് അവിടുത്തെ എൻട്രി കുറച്ച് വലുതായിരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ ഡോറുകൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ബാത്റൂമിൻ്റെ ഡോറുകളും എല്ലാം നമ്മൾ ഡോർ തന്നെയാണ് ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, WPC മെയിൻ ഡോർ ചെയ്യാൻ പറ്റുമോ, ഇത്ര വിഡ്ത്തിലും ഹൈറ്റിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സാർ അത് ചെയ്തു. അതിനൊരു റിസ്ക് എടുക്കാൻ എനിക്ക് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ചിങ് ജോബ് ചെയ്യണേലാണല്ലോ നമ്മളൊരു ഡിഫറെന്റ് ഇതായിട്ട് വരുന്നത്. എല്ലാവരും ചെയ്യുന്ന സാധനത്തേക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട്. ഇതിപ്പോൾ ഡോർ ഫിറ്റ് ചെയ്യുമ്പോൾ വരുന്ന എന്തൊക്കെ പ്രശ്നം വന്നാലും ഇത്രയൊക്കെ വരാനുള്ളൂ. ഇതിലൊരു ഇലക്ട്രോണിക് സാധനങ്ങളുടെ പോലെ ഇതിന്റെ ഗ്യാരണ്ടിയെ പറ്റി നമ്മൾ വലിയ ആവശ്യമില്ല. എന്തായാലും ഇതിപ്പോ മഴക്കാലത്ത് മഴ നനഞ്ഞു ശരിക്കും നമ്മളൊരു എത്ര ഒരു കൊല്ലം മേലെ PU അടിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലായി. എന്തെങ്കിലും ബെൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല പിന്നെ പെയിന്റിങ്ങിന്റെ കോസ്റ്റ് കളയാനുള്ള വെച്ചിട്ട്. അപ്പൊ ഇതിന്റെ കട്ട്ലയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നോക്കി അറിയാം, വെള്ളം മഴയായതുകൊണ്ട് ഊത്തിലടിച്ച് വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ ഈ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും അത് വെള്ളം കുറച്ച് ടൈറ്റ് ആവും. ഡോർ വേനൽക്കാലാകുമ്പോൾ ലൂസാവും, മഴക്കാലാകുമ്പോൾ ടൈറ്റ് ആവും. അപ്പോൾ ഇത്രയും കൊല്ലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ മരം വെച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും എനിക്ക് ആ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ WPC ഇപ്പോൾ ചെയ്യണം. ഞാൻ ഇപ്പോൾ അടുത്തൊരു വീട് തേക്കിൻ്റെ ഡോറ് സീസൺ ചെയ്ത് തേക്ക് വെച്ച് ഡോർ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്രാക്ക് വീണു. അതായത് വീട് പണി കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് കൂട്ടിയിട്ടേക്കായിരുന്നു. അവർ ഗൾഫിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഡോറ് ക്രാക്ക് വീണേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ തേക്കാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന മരം ആൾക്കാർ വിശ്വസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ നമുക്കുള്ള അനുഭവത്തേക്കാൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയത് ഈ WPC പറ്റിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതും ഇവരുടെ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഡോറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ WPC ഡോറിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടപ്പെടുന്ന ഡിസൈനിലേക്ക് മാറ്റാൻ പറ്റും. മറ്റേ ഡോറിൽ കമ്പനി ഡിസൈൻ ചെയ്ത് പറഞ്ഞ കളറും സ്കീമും മാത്രമേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കിടെക്ടിന്റെ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ഡിസൈൻ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ അഡ്വാൻറ്റേജ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ഇത്രയും വില കൂടി ഒരു 70,000 രൂപയോളം വില വരുന്ന ലോക്കാണ് ഏലിന്റെ. അപ്പോൾ ആ ലോക്കൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കും ഉണ്ട്. നല്ല ലുക്കുണ്ട്. അതൊരു പ്രീമിയം ഫീൽ തന്നെ വന്നത്. പെയിന്റും കാര്യങ്ങളും എല്ലാം വന്നതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. പെയിന്റിങ് ചെയ്താലും നല്ല പെയിന്റിങ് നല്ല ഇതുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇത്രയും മഴ പെയ്തിട്ടും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത്രയും വലിയ ഡോർ ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെയിറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഹിഞ്ചസ് കൂടുതൽ കൊടുക്കും. ഹിഞ്ചസിന്റെ എണ്ണം 6 കൊടുക്കണം നമ്മൾ ഇതിനകത്ത്. അത്രയും ഹിഞ്ചസ് കൊടുത്തില്ലെങ്കിൽ
ചിലപ്പോൾ തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഹെവി വെയിറ്റ് നിൽക്കാണല്ലോ, അതുകൊണ്ട് സാറ് എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. ഡോർ ഇപ്പോൾ ഇത്ര നാളായി സാറ് ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു സാർ. ഇത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂമിൻ്റെ ഡോസാണ്. ഡോറിൽ ചെറിയ 2 ഗ്രൂ ലൈൻ ഇട്ടിട്ട് 4.2 ഫ്രെയിമിൽ 30 ഡോറ് കൊടുത്ത് ഫിക്സ് ചെയ്തേക്കണേ. അതിലേക്കും സെയിം PU പെയിൻറ്റ് വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്ത് ഫിക്സ് ചെയ്തേക്കുന്നതാണ്. 7 ലോക്ക് തന്നെയാണ് ഇതിനും ഫിക്സ് ചെയ്തേക്കുന്നത്.